സൂര്യ ടിയുടെയും കിരൺ ടിയുടെയും സ്ഥിരം സിനിമകളിലൊന്നായിരുന്നു ഉത്തമൻ. ഇപ്പോൾ ഈ സിനിമയൊന്നും അങ്ങനെ ടി വിയിൽ കാണാറന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ടി വി കാണൽ കുറവാണ്, അതുകൊണ്ടായിരിക്കും കേട്ടോ. നീ കാണാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം, നിങ്ങൾ കാണലുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ കാണലില്ല കുറേ ആയിട്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ മെയിൻ ബലം. കാരണം ഈ സിനിമയിൽ സ്റ്റോറി പറയാൻ അത്ര വലിയ സംഭവമൊന്നുമില്ല. ഒരു സാധാരണ ആസ് യൂഷ്വൽ സ്റ്റോറിയാണ്. ജയറാമേട്ട സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി, ഫാമിലി ഡ്രാമയാണ്. പക്ഷേ ഇതിൽ അഭിനയിച്ച ആക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ടോപ്പ് പെർഫോമേഴ്സാണ്. എല്ലാവർക്കും അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന അനിൽ ബാബു പറഞ്ഞ ഒരാളാണ്. ഈ സിനിമ 2001 റിലീസായത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പുല്ലൂരാങ്കുന്ന് എന്ന് പറഞ്ഞൊരു ഗ്രാമവും ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് സഹായിയായി ജീവിക്കുന്ന ഉത്തമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് ഈ സിനിമ മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. അവിടേക്ക് സ്ഥലം മാറ്റം നേടി വരുന്ന SI ആയ സിദ്ദിഖിൻ്റെ കഥാപാത്രം ഈ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ജോലിക്കാരൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിൽ അവിടുന്ന് പുറത്താക്കുന്നതിന് ശേഷം അയാൾ സിദ്ദിഖിൻ്റെ അമ്മയായ കവിർ പെണ്ണമ്മയെ കണ്ടിട്ട് സങ്കടം പറഞ്ഞ ശേഷം സിദ്ദിഖിൻ്റെ ഇഷ്ടം നേടുന്നതൊക്കെയാണ് ഈ സിനിമ. സെക്കൻഡ് ഹാഫ് മുതൽ ഈ സിനിമ ഒരു ക്രൈം ഡ്രാമ ലെവലിലേക്ക് പോകും. അവിടെ മുതൽ കുറേ സീരിയസ് മൂമെൻറ്റ്സാണ് ഈ സിനിമ പിന്നീട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഇമോഷണൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാനുള്ളത് സിദ്ദിഖേട്ടൻ്റെ വീട്ടിലേക്ക് ഫസ്റ്റ് ജയറാമേട്ടൻ കയറി ചെല്ലുന്ന രംഗമാണ്. അതായത് ആ അമ്മേൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സീൻ, അത് വല്ലാത്തൊരു ടച്ചിങ്ങാണ്. ജയറാമേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കഥ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാണുന്ന പോലെ തോന്നും. ഈ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് സീനൊന്നുമില്ല, പക്ഷേ ഈ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ പറയുന്നത് വല്ലാതെ കൊള്ളും. പ്രത്യേകിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പുള്ളിയുടെ പെർഫോമൻസും ടോപ്പ് നോച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ സീൻ കാണുമ്പോൾ എൻ്റെ കണ്ണ് ചെറുതായിട്ട് നിന്നാണ്. കാരണം ഞാൻ വളരെ ലോല ഹൃദയനാണ്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും സിനിമ വേറെ ലെവലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വെക്കുക. പിന്നെ പറയാനുള്ളത് ഈ സിനിമയത്തെ ഒരു പ്രധാന കഥാപാത്രത്തെ പറ്റിയാണ്. പുലിമറ്റം സണ്ണിച്ചായം വേറെ ലെവലായി സിനിമയിൽ. അത് ബാബു ആൻ്റണിയാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസിനെയും പറ്റി പറയേണ്ട ആവശ്യമില്ല. പഴയ ബാബു ആൻ്റണി എന്ന് പറഞ്ഞാൽ സിംഹം. ഇപ്പോൾ ഉള്ളവർക്ക് കോമഡി പീസായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ അങ്ങനെ പുലിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.